ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എത്ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അയൽക്കാരനെ രാവിലെ അവന് കറക്കി വേണ്ടി കുറച്ച് വല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അവനും കൂടെ ഒന്ന് വല വലിക്കാൻ പോകാം. അപ്പം അവൻ രാവിലെ 7:30 കണ്ടിട്ടല്ലടാ, 7:30 ഇട്ട വലയാണ്. നമ്മൾ ഇപ്പോൾ ഒരു 11:45 എത്രേൻ്റെ വലയാണ്? 32 പൊടി വലയാണ്. നമ്മുടെ അയൽവാസി അരുണിൻ്റെ ചേട്ടൻ അഖിലാണ് നമ്മുടെ കൂടെ ഉള്ള. അദ്ദേഹമാണ് രാവിലെ വലയിട്ട്. ആ തുഴയെടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചേ. തുഴ തിരിഞ്ഞങ്ങോട്ട് എണീറ്റ് നോടാ, കുനിഞ്ഞ് നിൽക്കണേ. ഇങ്ങനെ നിന്നാ കാറ്റ് പിടിക്കും. അല്ലല്ല, ഇവിടുന്നാ വലിക്കണ്ടേ. വള്ളത്തിയോ വലിച്ചോ. പള്ളത്തിയാ പകലിട്ടാൽ മിക്കവാറും പള്ളത്തിയാ കിട്ടാറ്. ചവറ് കുടഞ്ഞ് വിളിക്കണേ. പള്ളത്തി ഉണ്ടല്ലേ. ഈ ചെറിയ വലയാണോ ഇത്? ഈ പൊങ്ങ് തീ കിടക്കുന്നതാണോ? ആണോ? കൂട്ടി വലിച്ച് കുടഞ്ഞാൽ മതിയല്ലോ, പൊക്കോളും. വല ഇട്ട സമയത്ത് ഇവിടെ പോള ഇല്ലായിരുന്നതാണ് ആശാൻ പറഞ്ഞത്. ഇത് വലിയ ചങ്ങാടത്തിനടിയിലായിട്ടുണ്ട്. ഇത് ഒരു മുട്ടം പണിയാണ് ഇത് വലിച്ചു കയറ്റുക എന്നുള്ളത്. അട്ട പിടിക്കൂടെ? അട്ട പിടിക്കും. ഞാനും വരാം. പണി പാലും വെള്ളത്തിൽ കിട്ടിയതാണ്. അടിപൊളി പള്ളത്തി. പോള കിടന്നിട്ടൊക്കെ മീനുണ്ടല്ലോടാ. ഇത് കണക്കൊരു നമ്മൾ ഇതുവരെ പറ്റിയിട്ടില്ല. നേരെ തന്നെ ആയിരിക്കും. ഓരോ പിടിക്കും ഓരോ വള്ളത്തിൽ കയറി വരുന്നുണ്ടല്ലേ. നമ്മുടെ നാട്ടിൽ ഇതിന് പള്ളത്തി എന്നാണ് പറയുന്നത്. പല നാടുകളിലും കുട്ടയെന്നും ചുട്ടാച്ചി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. വെള്ളം വരണം, വെള്ളം പതുക്കെ വരും. ഒരു പരല്, പൂവാലിപ്പരൽ. ചൊറിയുന്നുണ്ടോടാ? ചൊറിയുന്നുണ്ടോ? ഇപ്പൊ ചൊറിയുന്നില്ല. ഇതുണ്ടോടാ? ഈ മീനെല്ലാം കൊക്കോ മുണ്ടി അതിന് കുത്തിയിട്ടുണ്ട്. കൊക്കോ മുണ്ടിയല്ല, കൊക്കോ മുണ്ടിയോ, കൊക്കോ മുണ്ടി. അപ്പുറത്ത് പോയിട്ട്
വലിയ അടുത്ത് തുടക്കണം. ആ വല തുഴ മാറ്റിയിടേ. അപ്പോൾ നാളെ കരിമീൻ വിഷയം ഇവിടെ വള്ളത്തിയുണ്ട്. മുതുകില്ല. അടുത്ത പണിയാണോ? ആ ആ വെള്ളം കൂടുതലാണോ ഇവിടെ? കോലായിട്ട് അട്ടയൊന്നും കാണാനും. പിന്നെയാ കോല വരുന്നത്. എടാ മുട്ടം പണിയാൻ തോന്നുന്നു കേട്ടോ. ആണ്ടതേ വലിയ ചങ്ങാടോ അങ്ങോട്ടാണ് ഇനി. ഈ കുപ്പി അതേ വന്ന് ഉടക്കി കിടക്കുവാണോ ഇനി? ഇറങ്ങിയോ? പുറത്തിറങ്ങിയോ? അടുത്തത് എവിടെങ്കിലും കാട്ടി കയറാനുണ്ടോ നോക്കി. പൊങ്ങ എങ്ങോട്ടാ കിടക്കുന്നേ? ആ വള്ളത്തി ഉണ്ടല്ലോടാ. വള്ളത്തി അതുപോലെ വെടി ഞാൻ പുറത്തിറങ്ങി. ഓ അതൊക്കെ പെട്ടെന്ന് കളയാടാ. ചണ്ണ ചണ്ണ ആ അങ്ങനെ പറയുന്നത്. ആ കോല ആ വിഷമിച്ചോ? കഴിഞ്ഞോ? പൊങ്ങും പൊട്ടിപ്പോയി. അത് കുഴപ്പമില്ല, കുപ്പി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. മുട്ടപ്പണിയായല്ലേ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഒരു വല വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എത്ര വല ഇട്ടിട്ടുണ്ടോ? 2 കൂടെ ഉണ്ടല്ലേ. അത് ഏതെങ്കിലും മുടുക്കിൽ വല്ല ആണോ? അല്ല അവിടെ ഇല്ലായിരുന്നു. ഇനി എവിടാ? നേരെക്കരെ. ആദ്യം തന്നെ വല തിരിഞ്ഞാണ് കിടക്കുന്നത്. തിരിച്ചിടത് ആ തുമ്പത്തൊരു വള്ളത്തി. വള്ളത്തി ഉണ്ടോടാ? ഇപ്പുറത്ത് ചെറിയ വലയിലോ? അതെല്ലാം എത്തുള്ളൂ. ആരെങ്കിലും പണി കഴിഞ്ഞ് കയറിയൊരിട്ടായിരിക്കും. എന്നാ ആ കുറ്റിയുടെ മറയത്ത് കിടപ്പുണ്ടല്ലേ. അപ്പോൾ നമ്മൾ 3ാമത്തെ വല വലിക്കാൻ പോവാം. എന്ന് കുടഞ്ഞു വലിച്ചോ. കൊടയടാ ചവറ് ഒന്ന് കൊട്ടണം. അങ്ങനെ ആ അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു.
വെള്ളത്തിണ്ടല്ലേ? ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വലയെല്ലാം വലിച്ച് തീരാറായിട്ടുണ്ട്. പൊങ്ങ് തണ്ട കിടക്കുന്നതാണ്. ഇവ 3 പീസ് വല കിട്ടുന്നത്. അതിലൊരു പീസ് നമുക്ക് മുട്ടൻ പണി വന്ന് പോളെ മേളിൽ കയറി അത് ഇറങ്ങിക്കിടന്ന് വലിക്കേണ്ടി വന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോള കയറിയെങ്കിലും അവിടെ മീനുണ്ടായിരുന്നു. അതും ഗുണമുള്ള മീൻ പള്ളത്തിയാണ് നമുക്ക് കൂടുതലും കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൽ സാധാരണ ഇടുകയാണെങ്കിൽ നമുക്ക് പള്ളത്തിയാണ് കിട്ടാറ് അധികവും. പിന്നെ ഏറ്റവും ഉറക്കം നിലയ്ക്കുന്ന സമയത്താണെങ്കിൽ അറിഞ്ഞിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഏറ്റവും ഉറക്കം നിലയ്ക്കുന്ന നേരം എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ ഇടാൻ പറ്റത്തുള്ളൂ. നമ്മൾ 2-3 മണിക്കൂർ വലയിട്ടായിരുന്നു. അപ്പോൾ നമുക്കിത് വീട്ടിൽ കൊണ്ടുവരണം, ഊരിയെടുക്കണം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് അടുക്കുകയാണ്. വല മൊത്തം പേർക്ക് ഇറക്കണം കേട്ടോ. ഞങ്ങൾ വിഷമിച്ച് ആണോ അതിലെ ഇവിടുന്ന് പറന്ന് വരുന്നുണ്ടോ? പൊക്കോ പൊക്കോ. അപ്പോഴത്തെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. എനിക്കിത് മൊത്തം എടുക്കണം. ഇത്രയും വലിപ്പമുള്ള പള്ളത്തികളാണ് ഈ വലയിൽ ഉടക്കിയിരിക്കുന്നത്. ഇത് മൊത്തം ഊരി എടുക്കണം, ചവറ് ഉടഞ്ഞ് കളയണം. അപ്പോൾ ഇത് നമ്മൾ മൊത്തം ഊരി എടുത്തതിന് ശേഷം കാണിക്കാൻ എന്തുമാത്രം മീനുണ്ടെന്ന്. കുറേ നാളുകൾക്ക് ശേഷം ഒരു തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വലയിലെ മീനെല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 3 വലയിൽ ഏകദേശം 2.5 കിലോ മീൻ. അതിൽ കൂടുതലും പള്ളത്തിയാണ്. ഉണ്ടോ? കുറവാണെങ്കിൽ പോലും നമുക്ക് ഗുണമുള്ള മീനാണ് കിട്ടിയേക്കുന്നത്. ഈ വലയിലൊക്കെ ഈ കോല വന്ന് ഉടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലയിൽ ഉടക്കുന്ന പള്ളത്തി തിന്നാൻ വേണ്ടി. ഇതുണ്ട്, വയറ്റിൽ നിന്ന് പള്ളത്തി ഇറങ്ങി വരുന്നുണ്ടോ? കാണിച്ചാൽ കണ്ടോ? ചെറിയ പള്ളത്തി തിന്നാൻ വേണ്ടി കണ്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അതാ കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾ കണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നത്. ദയവായി ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്ന നമ്പർ ചേട്ടാ വീഡിയോ സൂപ്പർ വളരെയുണ്ടോ? ഒട്ടം പണിയായിരുന്നല്ലേ? അത് വിട്ടു പോയല്ലോടാ. ഈ ചോറും പരിക്കളെ. ഓക്കെ.